ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടിയാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാ സദ്യകൾക്കും തയ്യാറാക്കിയെടുക്കുന്ന ഒന്നാണ് വെള്ളരിക്ക പച്ചടി. അപ്പം ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ വെള്ളരിക്ക പീസ് ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് വെള്ളരിക്ക വേവാനുള്ള വെള്ളവും ഒഴിച്ച് നമുക്കിത് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക ഇവിടെ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളരിക്കൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കണ്ടില്ലേ, അതിന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ടൊരു അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാൻ ഒരു അരമുറി നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. അരമുറി നാളികേരത്തിലോട്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും എരിവിൻ്റെ അതനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് കടുകിട്ട് അരപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചടി ആയിട്ട് മാറും. കടുകില്ലെങ്കിൽ അത് പച്ചടി ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു അരപ്പ് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. വെന്ത വെള്ളരിക്കയിലോട്ട് നമുക്ക് ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അരപ്പിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം വെള്ളമൊക്കെ വറ്റി വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്രേവിയുടെ അളവ് നമുക്ക് തന്നെ തീരുമാനിക്കാം. നല്ലപോലെ വറ്റിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. അരപ്പിലെ പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേറെ അധികം പൊടിയോ ചേരുവകളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഏറ്റവും സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് വെള്ളരിക്ക പച്ചടി. അപ്പോൾ നമ്മുടെ വെള്ളരിക്കയില ഒഴിച്ച് കൊടുത്ത അരപ്പൊക്കെ നല്ലപോലെ തിളവന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പുളിക്ക് ആവശ്യമുള്ള തൈര് ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പ്, അധികം പുളിയില്ലാത്ത തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1/2 കപ്പോളം തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ച് കൊടുക്കാം, എന്നിട്ട് പിന്നെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ തൈര് ഒഴിച്ച് കൊടുത്താൽ അധികം നേരം കിടന്ന് തിളപ്പിക്കേണ്ട കാര്യമില്ല. തൈരൊക്കെ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ കറി നമുക്ക് താളിക്കാം. നമുക്കൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് 2 വറ്റൽമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പച്ചടിയിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് വെള്ളരിക്ക പച്ചടി. അതിൽ ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് വെള്ളരിക്ക പച്ചടിയും വെള്ളരിക്ക കിച്ചടി, അതുപോലെ വെള്ളരിക്ക മോര് കറി ഒക്കെ. അപ്പോൾ ഒരു വെള്ളരിക്ക ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പകുതി ഉപയോഗിച്ചിട്ട് നമുക്കൊരു പച്ചടിയും ഒരു മോര് കറിയും ഒക്കെ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഏതൊരു സദ്യക്കും, വിഷുവിനായാലും ഓണത്തിനായാലും ഒരു പച്ചടിയും ഒരു കിച്ചടിയും ഒക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം വെള്ളരിക്ക ഉപയോഗിച്ചിട്ട് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീണ്ടും വരും. ഓക്കെ, ബൈ, താങ്ക് യു.